ആക്ടിവിസ്റ്റ് ശ്രീമതി ദിവ്യ ദിവാകർ ചേരുകയാണ്. നമസ്കാരം മാം. നിലവിൽ കൊച്ചിയിൽ കലൂരിൽ 4 മണിക്ക് ജോലി കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് പോകാൻ ശ്രമിച്ച പെൺകുട്ടികളെ ഒരു സംഘം ആളുകൾ ചേർന്ന്, അതിൽ ഏറ്റവും നടുക്കുന്നതെന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അവർ ചേർന്ന് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരമൊരു ക്രൂര കൃത്യം നടത്താനായി ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നിരിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ അത് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്തിൻ്റെ ലക്ഷണം കൂടിയാണ്? അല്ല, നമ്മളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ പുതിയ രീതിയിലുള്ള ക്രൈമുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ആ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞനുഭവിച്ച ക്രൂരമായ പീഡനം, അത് അതിന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ, ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടില്ല. അതിനു മുന്നേ അടുത്തടുത്തായിട്ട് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരതകൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശരിക്കും നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനത്തെ തന്നെ, സംശയമില്ല. ഇപ്പൊ ഈ വാർത്ത ഞാൻ വായിക്കുമ്പോഴും അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം പോലീസിന്റെ സമീപനമാണ്. ഈ പെൺകുട്ടികൾ പോലീസിനോട് പരാതി പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം മനോഭാവം, അതായത് ഇത് ശരിക്കും ഈ ക്രിമിനൽസിനോടാണ് ചോദിക്കേണ്ടത്, ക്രൈം ചെയ്ത ആളുകളോടാണ് പോലീസ് ചോദിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ ആ സമയത്ത് ഇറങ്ങി നടക്കുന്നത് എന്നുള്ള അവരോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ പോലീസ് അത് എപ്പോഴും, പോലീസിന് എളുപ്പം അത് ഇരകളോട് ചോദിക്കാനാണ്. മറ്റൊരു പോലീസിന് പേടിയാണ് തോന്നുന്നത്. പോലീസ് സംവിധാനത്തിന് ഈ ക്രിമിനലുകളെ യഥാർത്ഥത്തിൽ ഭയമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ അർഷദിന്റെ വിഷയം, ഈ 1.5 വയസ്സുള്ള കുട്ടിയെ കൊന്ന ആ ക്രിമിനലിന്റെ വിഷയത്തിലും അയാളത് ആദ്യമായിട്ട് ചെയ്യുന്ന ക്രൈം അല്ല. ഇയാളുടെ ആദ്യത്തെ ഭാര്യയുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഒരു കോമ സ്റ്റേജിലായി. 2ാമത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് ഇയാൾ കൊന്നതാണെന്ന് നമുക്കറിയില്ല. ആദ്യത്തെ ഭാര്യയായ സ്ത്രീയുടെ അമ്മ 8 തവണ എങ്ങാണ്ട് നെടുമങ്ങാട് പോലീസ് പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉമ്മ വളരെ വേദനയോടുകൂടി പറയാണ് പോലീസ് അയാളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ സംരക്ഷിച്ചാണ് ഇത്രയും ക്രൈം അയാൾക്ക് ചെയ്യാൻ, 2ാമത്തെ ഭാര്യയുടെ കേസിലും ഈ 1.5 വയസ്സുള്ള കുട്ടിയെ കൊല്ലാനുള്ള സാഹചര്യത്തിലേക്ക് വരെ അയാളെ നയിച്ചത് ഈ പോലീസ് കൊടുത്ത സംരക്ഷണമാണ്. ഇപ്പൊ ഏത് വിഷയം നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ അത് വളരെ വാർത്തയും ചർച്ചയുമായി കഴിഞ്ഞ് പോലീസിന് ഒരു നടപടി എടുക്കാൻ ഒഴിവാകാൻ വയ്യ എന്നൊരു സാഹചര്യം വന്നാൽ മാത്രമാണ് പോലീസ് നടപടി എടുക്കുന്നത്. അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിപ്പോ ഇന്ന് നടന്ന ഈ കലൂരുണ്ടായ ഈ സംഭവത്തിലും അത് വളരെ കൃത്യമാണ്. എന്തിനാണ് ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു പോലീസ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ക്രൈമുകൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പോലീസ് പറഞ്ഞത് വസ്ത്രധാരണത്തിന്റെ കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. വസ്ത്രധാരണത്തിന്റെ കുഴപ്പമാണെങ്കിൽ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്ന പോക്സോ കേസുകളടക്കം നിരവധി റിപ്പോർട്ട് ചെയ്യുന്നു. വയോധികരെ പീഡിപ്പിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഈ വസ്ത്രധാരണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു പോലീസാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെങ്കിൽ ഇതിന് എങ്ങനെയാണ് ഫലപ്രദമായി നിയമനിർവഹണം നടക്കുക? ഇവർക്കൊക്കെ തന്നെ കൂടുതൽ കരുത്ത് പകരുകയല്ലേ ഈ അക്രമികൾക്ക്? അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ദയവ് ചെയ്ത് ഈ പോലീസിനെ ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഇവരെ ഏതോ ശിലായുഗത്തിൽ എങ്ങാണ്ടുള്ള പോലീസ് സംവിധാനമാണ് ഇപ്പോഴുള്ളത്. അവരുടെ മനോഭാവം, എന്ത് ട്രെയിനിങ് കൊടുത്തിട്ടും കാര്യമില്ല, മൈൻഡ് സെറ്റ് മാറാത്ത ഒരു പോലീസിനെ കൊണ്ട് ഈ കാലത്ത് ഒരു ക്രൈമും തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തില് ഈ സമയത്താണോ ഇറങ്ങി നടക്കുന്നത്? നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ ഇങ്ങനെ കൃത്യസമയമൊന്നുണ്ടോ? പുരുഷനുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കില്ലേ? ഇങ്ങനെ ഒരു പുരുഷാധിപത്യ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസിനെ കൊണ്ട് എന്ത് മാറ്റമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുക? അങ്ങനെയെങ്കിലും തിരിച്ചൊരു ചോദ്യം ചോദിക്കണ്ടേ, ഈ അസമയത്ത് പുരുഷന്മാർ എന്തിനാണ് റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കണ്ടേ? അതെ, അതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ചോദ്യം പോലീസ് ചോദിക്കേണ്ടത് ഈ ക്രൈം ചെയ്ത വ്യക്തികളോടാണ്. നിങ്ങൾ എന്തിനാണ് ഈ അസമയത്ത് ഇവിടെ ഇറങ്ങി നടക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇവിടെ പണി എന്നുള്ളത് ക്രൈം ചെയ്ത വ്യക്തികളോടാണ് പോലീസ് ചോദിക്കേണ്ടത്. പക്ഷെ അത് ചോദിക്കാൻ നമ്മുടെ പോലീസിന് കഴിയുന്നില്ല. ഒന്ന്, അവരെ ഭയമായിരിക്കാം. 2, പോലീസിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഈ പറഞ്ഞ സ്ത്രീവിരുദ്ധതയാണ് ഈ ഒരു പുരുഷാധിപത്യ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവമാണ് പോലീസിന് പണ്ട് മുതലേ ഉള്ളത്. അതുകൊണ്ടാണ് ഇരകളാക്കപ്പെടുന്ന വ്യക്തികളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇറങ്ങി നടക്കുക? അതാണല്ലോ എളുപ്പം. ഇരകളെ വേഗം വീട്ടിലിരുത്താന്നുള്ളതാണല്ലോ എളുപ്പം. മറ്റേതാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ മേലും നോക്കുന്ന പരിപാടിയാണ് ക്രിമിനൽസിനോട് കളിക്കാൻ പോയാൽ. അപ്പം ഇതേയൊരിത് മാറണമെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത് ഇന്ന് കംപ്ലീറ്റ് അഴിച്ചു പണിയണം. പോലീസിന് കൃത്യമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് പരുവപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം.
അവരിൽ ഇപ്പോഴും ശിലായുഗത്തിലെ മൈൻഡ് സെറ്റുമായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിക്കണം. ഇനി ഒരു രീതിയിലും നന്നാവുന്നില്ല എന്നുള്ളവരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. പോലീസിന്റെ ഒരു അഴിച്ചുപണി നടക്കാതെ ഈ നാട്ടിലെ ക്രൈം അവസാനിക്കില്ല. ഇത് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇങ്ങനെ പല ക്രിമിനൽസിന്റെ കേസ് എടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര മോശമായ ഹിസ്റ്ററി ഉണ്ട്. ഇത് ആദ്യത്തെ ക്രൈമൊന്നും അല്ല. ആ സമയത്തൊക്കെ പലരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും, ഇപ്പൊ ഈ പറഞ്ഞ അർഷദിന്റെ കേസിലടക്കം ആദ്യ ഭാര്യയുടെ ഉമ്മയും പരാതി കൊടുത്തിട്ടും എത്രയോ തവണ ഒരു പരാതി കൊടുത്തിട്ടും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് പോലീസ് ഇതൊന്നും കേസാക്കുന്നില്ല? ഇതിപ്പോ വാർത്ത ചെയ്തുകൊണ്ട് ഇതുപോലെ എത്രയോ കേസുകൾ വെറുതെ പരാതി കൊടുക്കുക എന്നല്ലാതെ പോലീസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, പരാതി കൊടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക. ഇനി ഗാർഹിക പീഡനം സഹിക്കാൻ വയ്യാതെ സ്ത്രീകള് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഭർത്താവിനെയും വിളിച്ചു വരുത്തുക, എന്നിട്ട് കുടുംബജീവിതമല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സാരോപദേശം കൊടുത്തിട്ട് ഈ ഭാര്യയെ വീണ്ടും ഈ ക്രിമിനലിന്റെ കൂടെ അയക്കുക. ഇങ്ങനെ കുടുംബം സംരക്ഷിക്കലാണ് പോലീസിന്റെ പരിപാടി. അവസാനം ഈ ഭാര്യ കൊല്ലപ്പെടുമ്പോഴോ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടോ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും കർശനമായൊരു നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു ബലം തന്നെയാണ് ഈ ക്രിമിനലുകൾക്ക് കൂടുതൽ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി തന്നെ മാറുന്നതല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയവും. മാത്രമല്ല, ഇനിയിപ്പോ എല്ലാ ശിക്ഷയും കിട്ടി ജയിലിൽ പോയാലും അവിടെ പരമസുഖമല്ലേ. ജയിലിൽ കിടക്കുന്ന ഗോവിന്ദസ്വാമിയുടെ ഒക്കെ സാഹചര്യം നമ്മൾ കാണുന്നതാണ്. വെളുത്തു തുടുത്ത് സുന്ദരന്മാരായിട്ടിരിക്കുന്ന ക്രിമിനൽസ് പോരാത്തതിന് അവർക്കുള്ള വേദന ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. സുഖജീവിതമാണ്, പുറത്തുള്ളതിനേക്കാൾ സുഖജീവിതമാണ് ജയിലിന്റെ അകത്ത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നും പേടിക്കാനില്ല എന്നുള്ളത് നല്ലൊരു മെസ്സേജ് ആണല്ലോ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള ക്രിമിനൽസിനൊക്കെ. അപ്പൊ ഇതൊക്കെ വളരെ വളം വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും അഴിച്ചുപണി ഇല്ലാതെ, ഇതൊന്നും മാറാതെ ഇവിടെ ക്രൈം കൂടുന്നതെന്ന് നിലവിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ 2 പെൺകുട്ടികളുടെ സമീപത്തെ കുറിച്ചുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രൈമിന്റെ കാര്യത്തിൽ അങ്ങനെ ആൺപെൺ വ്യത്യാസം, പുരുഷൻ ആണ് കൂടുതൽ ചെയ്യുന്നത്. കാരണം ഇതൊരു പുരുഷാധിപത്യ സംവിധാനം ആയതുകൊണ്ട് ക്രൈം ചെയ്യാനുള്ള കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതും അതിനുള്ള കൂടുതൽ എളുപ്പവും പുരുഷനാണ്. അതുകൊണ്ട് ക്രിമിനൽസിന്റെ എണ്ണം പുരുഷന്മാരാണ് എന്ന് വിചാരിച്ച് ക്രിമിനൽ മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അവസരം കിട്ടിയാൽ സ്ത്രീകളും അത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഈ പുരുഷാധിപത്യ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത, അത് ഇരകളാക്കപ്പെടുന്ന വർഗത്തിനെ തന്നെ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കും. അതായത് സ്ത്രീകളെ പീഡിപ്പിക്കാൻ സ്ത്രീകളെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പണ്ട് മുതലേ പുരുഷാധിപത്യ സംവിധാനത്തിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണല്ലോ സെക്സ് റാക്കറ്റിലൊക്കെ പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ സ്ത്രീകളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കാം ഇവിടെയും ഈ 2 സ്ത്രീകൾ എന്നുള്ളത് അവരതിന്റെ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ട 2 സ്ത്രീകളായിരിക്കാം ആ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ക്രൈമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, സ്ത്രീകളെല്ലാം മാലാഖമാരായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന നന്മ 2 കൂട്ടരിലുമുള്ള പോലെ തന്നെ ഈ ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസിയും ഇരു വിഭാഗങ്ങളിലും ഉണ്ട്. ഇരകളാക്കപ്പെടുന്ന വ്യക്തികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെയും നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്വം. അത് ഭംഗിയായിട്ട് ചെയ്യുക. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ ക്രൈമുകൾ കൂടിക്കൊണ്ടേയിരിക്കും. വ്യക്തമാണ് ശ്രീമതി ദിവ്യ ദിവാകർ. ഉറപ്പായിട്ടും ശക്തമായ നിയമനിർവഹണം ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.